ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മിൽ നിന്ന് വലിയത് പ്രതീക്ഷിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നു എങ്കിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. അങ്ങനെ നിങ്ങൾ ഫലം കായ്ക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിങ്ങളൊരു തൈ നട്ടിട്ടുണ്ടെങ്കിൽ ആ തൈ നടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ഫലം കണ്ടിട്ടുണ്ട്. നിങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. ഒരു കർഷകൻ പ്രതീക്ഷയുള്ളവനാണ്. അവൻ വിതയ്ക്കുന്ന ഓരോ വിത്തിലും ആയിരക്കണക്കിന് ഫലങ്ങളെ അവൻ പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ വിതയ്ക്കുമ്പോൾ നാം പ്രതീക്ഷയുള്ളവരാണെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് എത്രയധികം പ്രതീക്ഷിക്കണം. തൻ്റെ ചങ്കിലെ അവസാന തുള്ളി രക്തവും ഊറ്റിത്തന്ന് നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുമ്പോൾ ദൈവത്തിനുമുണ്ടാകില്ലേ പ്രതീക്ഷകൾ? യേശു പറഞ്ഞു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ വെട്ടിക്കളയും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിങ്ങൾ പ്രതീക്ഷയോടെ നട്ട ആ തൈ ഒരു വൃക്ഷമായി വളർന്നിട്ടും കാലങ്ങൾ ഒത്തിരി കഴിഞ്ഞിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു ഫലം കാണാതെ വന്നാൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകില്ലേ? അതെ, നമുക്കോരോരുത്തർക്കും ദുഃഖമുണ്ടാകും. വീണ്ടും വീണ്ടും കാത്തിരുന്നിട്ട് ഒന്നും കിട്ടാതെ വന്നാൽ നാം മുഷിഞ്ഞ് അത് വെട്ടിക്കളയില്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിന്ന് വലിയത് പ്രതീക്ഷിക്കും. നാം ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടേണ്ടവരാണ്. ദൈവത്തിന് ഇഷ്ടം ചെയ്യേണ്ടവരാണ്. സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. യേശു പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, കർത്താവേ, എപ്പോഴാണ് നിന്നെ വിശന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം തന്നത്? എപ്പോഴാണ് നിന്നെ നഗ്നനായി കണ്ട് ഞങ്ങൾ ഉടുപ്പിച്ചത്? യേശു അവരോട് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തനു വേണ്ടി നിങ്ങൾ ചെയ്തത് മുഴുവനും എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു നഗ്നനെ ഉടുപ്പിച്ചാൽ അത് യേശുവിന് വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ്. ആഹാരത്തിനു വേണ്ടി കൊതിക്കുന്ന ഒരുവന് നിങ്ങൾ ആഹാരം കൊടുത്താൽ ദൈവത്തിന് കൊടുത്തതിന് തുല്യമാണ്. ദൈവം നിങ്ങളിൽ നിന്ന് വലിയത് പ്രതീക്ഷിക്കുന്നു. നശിച്ചു പോകുന്നൊരു തലമുറയെ ദൈവത്തിൻ്റെ രക്ഷ വിളിച്ചു പറഞ്ഞ് സത്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചാൽ നിങ്ങൾ നേടുന്നത് മുഴുലോകത്തെക്കാളും വിലയേറിയ ആത്മാവിനെയാണ്. ദൈവം ഈ ഭൂമിയിൽ വന്നത് അതിനു വേണ്ടിയാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. ഈ വർഷം ദൈവം നിങ്ങളിൽ ഫലം കണ്ട് സന്തോഷിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്താതെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി, വീരന്മാരായി ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.